നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സിദ്ധു? ശല്യപ്പെടുത്താണെന്നറിയാം, പക്ഷെ ഒരുപാട് സങ്കടം വരുമ്പോ എനിക്ക് ദേവിയുടെ ശബ്ദം കേട്ടേ പറ്റൂ. പറയേ. നെഞ്ചിനുള്ളില് ഒരു കടലിരുമ്പുന്ന പോലെയാ. കരഞ്ഞു പോവോ എന്ന് പോലും ചില നിമിഷങ്ങളിൽ ഭയപ്പെട്ടു പോകുന്നു. സിദ്ധുവിന് പിടിച്ചെന്ന് കരയാൻ ഉറപ്പുള്ളൊരിടം ഉണ്ട്. സ്വന്തമായൊരിടം. കണ്ണീരൊപ്പൻ ആളുകളും ഉണ്ട്. എനിക്കാ ആരുമില്ലാത്തത്. ഞാനില്ലേ ദേവികെ? എന്താ ഇപ്പൊ സിദ്ധു വിളിച്ചത്? അത് പറയേ. ഞാൻ നിത്യയെ കാണാൻ വന്നത് അച്ഛനൊഴികെ വേറെ ആർക്കും അവിടെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പിന്നെ എന്നെ തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ആധാരത്തിന്റെ പ്രശ്നത്തിൽ എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താണേലും അച്ഛൻ പറയുന്ന പോലെ ചെയ് സിദ്ധു. ഇനിയിപ്പോ അതിനുവേണ്ടി പുതിയ ശത്രുക്കളൊന്നും ഉണ്ടാക്കണ്ട. ശരത്താണ് അതിനു പിന്നിലും എന്നും എനിക്ക് ഉറപ്പാ. പക്ഷേ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഇവിടെ വില പോവില്ല. എന്തായി? ചന്ദ്രയുടെ അച്ഛൻ വന്നിട്ട് പോയോ? ആ, പോയി. തീയതിയൊക്കെ കുറിച്ചോ? ദേവിക എന്താ എന്നെ കളിയാക്കുവാണോ? ഉടൻ തന്നെ ഒരു പിടി ചോറിന് വകുപ്പുണ്ടോന്ന് അറിയാനാ. ദേവികെ, നമ്മൾ തനിച്ചാ. വിരലുകൾ കോർത്തു പിടിച്ച് ഒന്നിച്ച് നടക്കുക നമ്മൾ ചെയ്യേണ്ടത്. നിത്യം ഇങ്ങനെ കിടക്കുമ്പോ എനിക്കൊരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാനാവോ? അത്ര സ്വാർത്ഥായിരുന്നെങ്കിൽ എന്നെ എനിക്കതാവായിരുന്നു. ഞാൻ ഫോൺ വെക്കട്ടെ സിദ്ധു. വല്ലാത്തൊരു ക്ഷീണം. തൊണ്ടക്കുഴിയിലും ഒരു ഉപ്പുകല്ല് തറച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കരച്ചിലത്. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ചെന്നിരുന്ന് ഞാനൊന്ന് കരഞ്ഞോട്ടെ. ആഹാ, വന്നോ? വീട് ഉറങ്ങിപ്പോയല്ലോ എന്നോർത്ത് നിൽക്കുമായിരുന്നു ഞാൻ. അതറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ തിരിച്ചു വന്നത്. എന്താ അപ്പച്ചയ്ക്ക് ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ? ഞങ്ങൾ വരില്ലാന്ന് കരുതി എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തായിരുന്നോ? ആ, ഇതാണല്ലോ നിന്റെ കുഴപ്പം. എന്തിലും കോനിഷ്ട് മാത്രം കാണും. അതാണല്ലോ കുടുംബ മഹിമയും കുലമഹിമയും. അക്ഷര, വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് അടുത്ത അംഗം തുടങ്ങണ്ട. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നിരഞ്ജന്റെ ബുദ്ധിയുടെയും ബോധത്തിന്റെയും 10-1 ഇവക്ക് കിട്ടിയിരുന്നെങ്കിലേ എന്നേ രക്ഷപ്പെട്ടേനെ. ഓ, എനിക്ക് ഇത്രയും ബുദ്ധി മതി. അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം. ആ, നിങ്ങൾ എപ്പോ എത്തി? സാറ് നിർബന്ധിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റൂ? ഞാനിപ്പോ തിരിച്ചു വന്നത് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടാ. പക്ഷേ ഇനി ഒരിക്കൽ കൂടി പോയാ തിരിച്ചു വന്നൊന്നും വരില്ല. ആ, എന്തുകൊണ്ട് നിരഞ്ജൻ സാമ്പ്രാണിക്കൊടിയിൽ വിശേഷം? ശങ്കരനെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല, ഒരാഴ്ചയായിട്ട് ഫോണിലും കിട്ടുന്നില്ല. പണ്ട് മുതലേ അമ്മാവന്റെ വലിയ ആഗ്രഹമായിരുന്നു ദേശാടനം. എന്നിട്ട് ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് കിടന്ന് ആരും അറിയാതെ മരിക്കുക. അത് നല്ലതാണ് കേട്ടോ. കാശി, രാമേശ്വരം. ഇപ്പോഴാണെങ്കി മഹാകുംഭമേളയുടെ സമയല്ലേ. ഇനി അങ്ങോട്ടെങ്ങാനും പോയി കാണുവോ മുങ്ങാൻ? അപ്പച്ചി അതോർത്ത് ടെൻഷൻ ആവണ്ട. ശങ്കരമ്മാവന് തിരിച്ചു വരണമെന്ന് തോന്നുമ്പോ വന്നോളും. അല്ല, ശങ്കരന്റെ മകൾ പഠിക്കാൻ പോകുന്നുണ്ടോ ഇപ്പോഴും? ഉണ്ട്. പക്ഷേ അവളെ ആ വീട്ടിൽ നിർത്തുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഇവിടെ നിർത്തി പഠിപ്പിക്കാന്ന് വെച്ചു. ആ, ഇവിടെയോ? ഈ വീട്ടിലോ? ഈ വീട്ടിലല്ല,
ടൗണില്. ഏതെങ്കിലും ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിർത്താന്ന് വെച്ചു. അതാവുമ്പോ ഞങ്ങളുടെ ഒരു നോട്ടവും ഉണ്ടാവും. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ കുട്ടി സ്വസ്ഥമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ടൗണിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടൗണിലേക്ക് വന്നാൽ എന്താ, വഴി പിഴച്ചു പോകുമെന്നാണോ? ആ വഴി പിഴയ്ക്കാൻ അതിന് ടൗണിൽ വരണമെന്നൊന്നുമില്ലല്ലോ, പണ്ടേ പിഴച്ചല്ലേ. അല്ല, ഈ ഹോസ്റ്റലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാലേ അതുവഴി പരുന്തും കുരുവിയൊക്കെ പറന്നെന്നിരിക്കും. അവസാനം പിന്നെ ഒന്നുകൂടെ അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ടാക്കി തേടി പോവേണ്ടി വരും. അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അതെ, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ അടുക്കി വെക്കണ്ട. ഓരോരുത്തരുടെയും ജീവിതം അവരവരുടെ സ്വന്തമാണ്. ആ. പൊന്നുമണി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായ കുട്ടിയുമാണ്. ആ, അതിനെ അതിന്റെ വഴിക്ക് വിട്. സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രല്ല, സ്വന്തം കാലെന്ന് ഉറച്ച പാടെ എടുത്തു ചാടിപ്പോയ കക്ഷിയാ. അപ്പൊ പിന്നെ നല്ല ഉറപ്പുള്ള കാലുകൾ തന്നെ. അപ്പച്ചി, അതിനെ വെറുതെ വിട്ടേക്ക്. ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, അവള് പഠിച്ച് എന്തെങ്കിലും ജോലിയും ചെയ്ത് ജീവിച്ചോളും. അല്ലാതെ അപ്പച്ചിക്കൊരു ബാധ്യത ആവത്തില്ല. ആ, എനിക്കെങ്ങനെ ബാധ്യതയാവാനാ? ഞാനെന്താ അവളെ എന്റെ മോന് വേണ്ടി ആലോചിക്കാൻ പോവാണോ? ആഹാ, അത് കൊള്ളാലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണിത്. നാളെ പൊന്നുമണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. തീർത്ഥാടനത്തിന് പോയ ശങ്കരൻ തിരിച്ചു വരുമ്പോ മോളെ വീട്ടിൽ തന്നെ കാണണ്ടേ? എവിടെ എൻ്റെ മോളെന്ന് ശങ്കരൻ ചോദിച്ചാൽ നിരഞ്ജനും എൻ്റെ മോളും അതിനുത്തരം പറയേണ്ടി വരും. നിന്റെ അഹങ്കാരവും തലയെടുപ്പൊന്നും അപ്പോൾ അവിടെ വിലപ്പോയി വരില്ല. അതൊന്ന് ഓർത്തു വെച്ചോ. വാ. മോളെ, മോള് കരയുവാണോ? ഏ, ഞാൻ കരഞ്ഞൊന്നുമില്ല അച്ഛാ. ഞാൻ അങ്ങനെയൊന്നും കരയില്ല എന്ന് അച്ഛൻ അറിഞ്ഞൂടെ?